കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാർ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരുന്നു. അതിന് കാരണം അവർ തെറ്റായിരുന്നു കൊണ്ടല്ല, മറിച്ച് അവർ ദൈവജനങ്ങളുടെ തെറ്റുകളെ വെളിപ്പെടുത്തിയത് കൊണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന പ്രവചനവചനം ദൈവജനങ്ങളുടെ വഴികളെയും വ്യതിയാനങ്ങളെയും ചോദ്യം ചെയ്യുന്നതും അവരുടെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കുന്നതും ആയിരുന്നതിനാൽ ദൈവജനങ്ങളിൽ അനേകരും അസ്വസ്ഥരും അസന്തുഷ്ടരും ആയിരുന്നു. അവർ അതിനെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരുന്നില്ല. യെഹെസ്കേലിൻ്റെ കാലത്തും യിരെമ്യാവിൻ്റെ കാലത്തും ദൈവത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും കാലത്ത് അത് അങ്ങനെ തന്നെ ആയിരുന്നു. പ്രവാചകന്മാർ ഒരിക്കലും തെറ്റുകാരായിരുന്നില്ല. ദൈവജനത്തെ ദൈവിക ഉദ്ദേശത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി സംസാരിക്കുന്ന യഥാർത്ഥ ദൈവം ശബ്ദം തന്നെയായിരുന്നു. അവർ ദൈവജനങ്ങളുടെ അവസ്ഥയെ ചോദ്യം ചെയ്തതുകൊണ്ട് തെറ്റുകാരായിരുന്നു എന്ന നിഗമനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യേശുവും തെറ്റുകാരനായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പാരമ്പര്യങ്ങളെയും പൊള്ളത്തരങ്ങളെയും കർത്താവായ യേശുവും തുറന്നുകാട്ടി. താൻ പിതാവിൽ നിന്ന് കേട്ട വചനം സംസാരിച്ചപ്പോൾ അത് അക്കാലത്തെ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പരീശന്മാരുടെയും മതക്രമത്തിൻ്റെ തെറ്റുകളെയും തുറന്നു കാട്ടുന്നതായിരുന്നു. എന്നാൽ അവരുടെ ദൃഷ്ടിയിൽ ആരായിരുന്നു തെറ്റുകാരൻ? അവർ കർത്താവായ യേശുവിനെ തെറ്റുകാരനായി ചിത്രീകരിച്ചു. കർത്താവായ യേശു ഒരിക്കലും തെറ്റുകാരനായിരുന്നില്ല എന്ന് നമുക്ക് അറിയാം. പിതാവ് ആഗ്രഹിച്ചു മാത്രമേ യേശു ചെയ്തിട്ടുള്ളൂ. പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ കൊരിന്തിയ, ഗലാത്യ, എഫേസിയ, കൊലോസിയ, ഫിലിപ്പിയ സഭകൾക്കുള്ള ലേഖനങ്ങളും അവരുടെ വ്യതിയാനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നവ ആയിരുന്നു. അവ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് തിരുത്തി ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ലേഖനങ്ങളായിരുന്നു. പത്രോസിൻ്റെ ലേഖനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പത്രോസിൻ്റെ ലേഖനങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനങ്ങൾ ആയിരുന്നു. അവരുടെ വ്യതിയാനങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ച് തിരുത്തി അവരെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നവയുമായിരുന്നു അവ. യോഹന്നാൻ്റെ ലേഖനങ്ങളും യാക്കോബിൻ്റെ ലേഖനവും അതേ ഉദ്ദേശത്തോട് തന്നെ എഴുതപ്പെട്ട ലേഖനങ്ങളായിരുന്നു. വിശുദ്ധന്മാരെ, ഞാൻ പറയുന്നതിന് സാരം ജീവിതത്തെ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ പ്രവചന വചനത്തിനായി നാം തുറന്നിരിക്കേണ്ട സമയമാണിത്. കർത്താവ് പറയുന്ന കാര്യങ്ങളെ കേൾക്കുവാനും കർത്താവിനെ അന്വേഷിക്കുവാനുള്ള സമയമാണിത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സിയോനെ, ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരുശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനി മേലാൽ അഗ്രയർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞുകളക. യെരുശലേമേ, എഴുന്നേറ്റ് ഇരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചുകളക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു. അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ എൻ്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ട് പോയിരിക്കൊണ്ട് ഞാൻ ഇവിടെ എന്തു ചെയ്യേണ്ടു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എൻ്റെ നാമം ഇടപെടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്നും യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്ന് അറിയും എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വളരെ വിലയേറിയ പ്രവചന ഭാഗങ്ങളിൽ ഒന്നാണ് ഇവിടെ നാം കാണുന്നത്. യെശയ്യാവിൻ്റെ കാലത്ത് ദൈവജനത്തിന് വന്ന ഒരു പ്രവചന വചനം ആയിരുന്നു ഇത്. സഭയ്ക്ക് വേണ്ടിയും ഈ അന്ത്യകാലത്തേക്കുള്ള നിരവധി വിലയേറിയ പ്രവചനങ്ങൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് ദൈവം ഈ ധ്യാനത്തെ എങ്ങനെ നയിക്കുമെന്ന് എനിക്ക് വ്യക്തതയില്ല. ഈ ധ്യാനത്തിൽ ദൈവം നമ്മെ സഹായിക്കുന്നതിനും തൻ്റെ ആത്മാവിനാൽ നമ്മെ നയിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. ദൈവം തന്നെ ഹൃദയത്തിലുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരുമാറാകട്ടെ. പ്രഥമമായി ഇത് സ്വാഭാവിക ഇസ്രായേലിനോട് ദൈവം അരുളി ചെയ്ത ഒരു പ്രവചനമാണ്. പഴയ നിയമത്തിൽ സിയോനെ, ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരുശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനങ്ങളെ ഉണർത്തുവാനുള്ള ദൈവത്തിൻ്റെ ഭാരത്തെയാണ് നാം കാണുന്നത്. എന്നാൽ
അതേസമയം അത് ദൈവജനത്തിൽ വരുവാനുള്ള കാര്യങ്ങളെയും കുറിക്കുന്നതായിരുന്നു. പഴയ നിയമത്തിൽ സിയോനും യെരുശലേമും ഇസ്രായേലിനെ കുറിക്കുന്നു. അതേസമയം അത് ആത്മീയ പ്രാധാന്യമുള്ള പുതിയ നിയമ ഇസ്രായേലായ ദൈവത്തിൻ്റെ സഭയെയും സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ജനമുണ്ട്. യോഹന്നാൻ സ്നാപകനും കർത്താവായ യേശു ക്രിസ്തുവും യെശയ്യാവിൻ്റെ വാക്കുകളെ ആവർത്തിച്ച് സുവിശേഷങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസും തൻ്റെ ലേഖനങ്ങളിൽ യെശയ്യാവിൻ്റെ വാക്കുകളെ എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നു. ആകയാൽ പഴയ നിയമത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നവർക്ക് മാത്രമുള്ളതല്ല, എന്നാൽ അതിൽ ഭൂരിഭാഗവും പുതിയ നിയമസഭയ്ക്കും അന്ത്യകാലത്തുള്ള ദൈവജനങ്ങളായ നമുക്കും വേണ്ടിയുള്ളതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം പുതിയ നിയമത്തിൽ പൂർണ്ണമായും നമുക്കും ബാധകമാണ്. അപ്പോസ്തലനായ പൗലോസ് യെശയ്യാവിൻ്റെ പ്രവചനങ്ങൾ എടുത്ത് തൻ്റെ ലേഖനങ്ങളിൽ യാതൊരു മടിയും കൂടാതെ ഉദ്ധരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിന് അനുസൃതമായി ആത്മാവിൻ്റെ പ്രേരണയോടും ഭാരത്തോടും കൂടെ നമുക്കും അത് ചെയ്യുവാൻ കഴിയും. പഴയ നിയമം യഹൂദന്മാർക്കുള്ളതാണെന്ന് പറയുന്ന അനേകർ ഇന്നുണ്ട്. പഴയ നിയമം എഴുതുവാൻ പ്രേരിപ്പിച്ച അതേ ആത്മാവ് തന്നെയാണ് പുതിയ നിയമം എഴുതിയവരെയും പ്രേരിപ്പിച്ചത് എന്ന് നാം ഓർക്കേണ്ടതാണ്. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ എന്ന് 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പഴയ നിയമകാലത്തെ പ്രവചനങ്ങൾ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ ഉളവായതല്ല, എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ മനുഷ്യർ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി സംസാരിച്ചവയാണ്. ആകയാൽ പുതിയ നിയമം എഴുതിയ അതേ പരിശുദ്ധാത്മാവാണ് പഴയ നിയമവും എഴുതുന്നതെന്ന് നാം അറിയേണ്ടതുണ്ട്. ആകയാൽ പഴയ നിയമ ഇസ്രായേലിനുള്ളതാണെന്ന് നാം ഒരിക്കലും ധരിക്കരുത്. ദൈവപുരുഷന്മാരെ, പഴയ നിയമം എഴുതാൻ പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവാണ് പുതിയ നിയമം എഴുതുന്നതിനും പ്രേരണ നൽകിയതെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഈ കാലഘട്ടത്തിൽ പഴയ നിയമ പ്രവാചകന്മാരിലൂടെ വന്ന പ്രവചനങ്ങളെ അനേകർ പഴയ നിയമ ഇസ്രായേലിനുള്ളതെന്ന് പറഞ്ഞ് അവഗണിക്കുന്നു. ആ പ്രവചനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയും ആണെന്ന് തിരിച്ചറിയുന്നില്ല. യുഗാവസാനത്തിൽ ജീവിക്കുന്ന നാം ഒരു കാര്യം മനസ്സിലാക്കണം. ബുദ്ധിമാന്മാരായ മനുഷ്യർ കാലഘട്ടങ്ങളെ പിരിച്ച് ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് പഴയ നിയമ പ്രവചനങ്ങൾ സഭയ്ക്കുള്ളതല്ല എന്ന് പറയുന്നു. നമ്മുടെ ദൈവം എല്ലാ കാലഘട്ടങ്ങളുടെയും ദൈവമാണ്. താൻ മാറാത്ത ദൈവമാണ്. ചില സമയങ്ങളിലും കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ കാലഘട്ടങ്ങൾ മാറിയാലും എല്ലാ കാലഘട്ടങ്ങളുടെയും ദൈവമായ നമ്മുടെ ദൈവം മാറാത്തവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദൈവത്തിനും തൻ്റെ വചനത്തിനും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.